പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്പകാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് 1-2 ദിവസമായി ഇത് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും സമയം അതിന് തക്കവണ്ണം കിട്ടാതെ എല്ലാ ദിവസവും കൺവെൻഷനുകളൊക്കെ ഉള്ളതുകൊണ്ട് സമയം ഒരല്പം ക്രമീകരിക്കുവാനായിട്ട് താമസിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ അല്പം ലേറ്റായി ചെയ്യുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ബെദേലേജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ പ്രൊപ്രൈറ്റർ ആയിരിക്കുന്ന ശ്രീമാൻ M.A. വർഗീസ് എന്ന് പറയുന്ന വ്യക്തി കവലയിൽ സുവിശേഷം അറിയിക്കുന്ന പരസ്യയോഗം നടത്തുന്ന ദൈവദാസന്മാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവനയെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ആളുകൾ ആദ്യം പറയുന്നത്, നിങ്ങൾ അവരോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചുകൂടെ എന്നാണ്. ഇവരോടൊക്കെ നേരിട്ട് പറഞ്ഞാലും ഇവരൊന്നും ഇത് തിരുത്തുന്ന ആളുകളല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്താത്തത്. കാരണം ഈ ശ്രീമാൻ M.A. വർഗീസ് ചില കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. UK ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടായ ഒരു വെളിപ്പാടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ വെളിവുകേടെന്ന് പറയാം. രാത്രി 11 മണി കഴിയുമ്പോൾ UK കൊട്ടാരത്തിലെ രാജാവ് 11 മണിക്ക് ശേഷം വലിയ ഓന്തുകളായി മാറി ഫുട്പാത്തിലൂടെ സഞ്ചരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആ വീഡിയോ വൈറലായിരുന്നു. അത് കേട്ടിട്ട് ബക്കിംഗ്ഹാം പാലസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. പാസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാനത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു ഉരുണ്ട് കളിക്കുന്ന M.A. വർഗീസിനെ നമ്മളെല്ലാവരും കേട്ടതാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും വിവാദപരമായ ഈ പറഞ്ഞ പ്രസ്താവന, ഒരിക്കലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഈ ഒരു പ്രസ്താവന സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകർക്ക് ഹൃദയത്തിൽ വളരെ മുറിവുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. എനിക്ക് കവലകൾ തോറും നിന്ന് പ്രസംഗിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരുപാട് പേരെ അറിയാം. അവർ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അന്ത്യം വരെ ഓടിയിട്ട് 5000 പോട്ടപ്പോൾ 1000 അക്രൈസ്തവരെ ക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കാൻ ഒക്കുന്നില്ല, ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ മെനക്കെടുന്നത്? ആർക്കെന്ത് ഗുണം? നാട്ടുകാരൻ്റെ ശല്യവും വീട്ടുകാരുടെ ശല്യവും ഇതല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് കവലയിൽ പ്രസംഗിക്കുന്ന ചില ആളുകളെ കാണാം. അവരുടെ ആയുസ് തീരുന്നത് വരെ കവലകൾ തോറും പ്രസംഗിച്ചിട്ട് ഒരു 5000 പേരെ പോട്ടെ, ഒരു 1000 പേരെ ക്രിസ്തുവിനെ പോലെയാക്കാൻ, അക്രൈസ്തവരെ ക്രിസ്തുവിനെ പോലെ ആക്കുവാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്നും നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമാണ് എന്നുമാണ് ഈ ശ്രീമാൻ M.A. വർഗീസിൻ്റെ പ്രസ്താവന. അതിനെക്കുറിച്ച് ഒരു പാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദേവദാസ് അജിത് പാസ്റ്റർ M.A. വർഗീസാണ്. പാസ്റ്റർ എനിക്ക് അയച്ചിരുന്ന മെസ്സേജ് ഞാൻ കണ്ടു. വളരെ നന്ദി. ആ മെസ്സേജിനായി വളരെ നന്ദി. ഫലം കായ്ക്കണമെന്നില്ല, ഒരു പേരിനും വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി എന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം ആളുകൾ എഴുന്നേറ്റു. യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ കേവലം പറഞ്ഞതുകൊണ്ട് തീർന്നില്ല. അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ആളുകൾ മുന്നോട്ട് വരണമെന്ന്
ഒരു കൂട്ടം ആളുകളെ ബോധവാന്മാരാക്കുക എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഉദ്ദേശത്തോടുകൂടെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിച്ചത്. പാസ്റ്റർക്ക് ഒരു പക്ഷേ അറിവ് കാണും. അതുകൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവിലേക്ക് വരാനിടയായി. പക്ഷേ ആ ട്രെൻഡ് ഏറെക്കുറെ ഒന്ന് കുറഞ്ഞു തുടങ്ങി നമ്മുടെ ആളുകളുടെ ഇടയിൽ. ഞാൻ വെളിയിലുള്ളവരെ നോക്കുന്നില്ല, നമ്മുടെ ആളുകളുടെ ഇടയിൽ. അങ്ങനെ വരരുത്. നമുക്ക് റോങ് മാതൃകകൾ പലത് കണ്ടേക്കാം, പക്ഷേ നമ്മൾ റോങ് മാതൃക എടുക്കരുത് എന്നൊരാശയമാണ് പറഞ്ഞത്. ആ ടോക്ക് പാസ്റ്റർ കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ടോക്ക് എനിക്ക് തോന്നുന്നുണ്ട് 35 മിനിറ്റോ 40 മിനിറ്റോ കാണും, ഞാൻ ഓർക്കുന്നില്ല എത്രയാണെന്ന്. അത് പറഞ്ഞു, ഞാൻ അന്നേരത്തെ പോയി. 35 40 മിനിറ്റ് കാണും. അതിനകത്തൊന്നും ഒരു ഭാഗം മാത്രം ആരെങ്കിലും വലിച്ചൂരി പറഞ്ഞെങ്കിൽ അതാരോ ഫലം കായ്ക്കാൻ താല്പര്യമില്ലാത്ത ആളായിരിക്കുമെന്ന് മാത്രം കരുതി ഞാനങ്ങ് വിട്ടതാണ്. എനിവേ പാസ്റ്റർ ചോദിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ നേരിട്ട് ചോദിച്ചാലുള്ള ഗുണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നേരിട്ട് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്നാൽ ആ പറഞ്ഞ കാര്യം ഒന്ന് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ആ പ്രസ്താവന പറയാൻ പാടില്ലായിരുന്നു, പരസ്യയോഗങ്ങൾ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ അത് മുറിവുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ദൈവനാമത്തിൽ ആ കാര്യത്തിൽ ഞാൻ ആ ദൈവദാസന്മാരോട് ക്ഷമ ചോദിക്കുന്നു എന്നൊരു വാക്ക് പറയാൻ പൊങ്ങത്തില്ല അദ്ദേഹത്തിൻ്റെ നാക്ക്. കാരണം അങ്ങനെ താണ് ശീലമില്ലാത്ത മോസ്റ്റ് റൈറ്റ് റവറൻ്റ് ആണല്ലോ പുള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഈ കവലപ്രസംഗം കൊണ്ട് എന്ത് ഗുണം, ഇതെന്തിനാണ്, നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യം ഉണ്ടാക്കാനല്ലാതെ എന്ത് ഗുണമെന്നാണ്. ശ്രീമാൻ M.A. വർഗീസ്, താങ്കൾ പലപ്പോഴും താങ്കൾക്ക് പറ്റുന്ന പരാജയം, താങ്കൾ വേദപുസ്തകം ശരിക്ക് വായിക്കാതെ ലോകത്തുള്ള ലോകപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ തെരുവിലാണ്. കർത്താവിന് പ്രസംഗിക്കാൻ ആരും സ്റ്റേജ് കെട്ടിക്കൊടുത്തില്ല. നിങ്ങളെപ്പോലെ 100 കോടിയുടെ ചർച്ചൊന്നും അന്ന് കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല. തെരുക്കോണുകളിൽ പ്രസംഗിച്ചു തുടങ്ങി. പിന്നെയും വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പേ വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്നാണ് തിരുവെഴുത്തിൽ കാണുന്നത്. M.A. വർഗീസ് ബൈബിള് ശ്രദ്ധയോടെ വായിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ കാണുമായിരുന്നു. വീണ്ടും കർത്താവായ യേശുക്രിസ്തു ശിഷ്യഗണത്തെ തിരഞ്ഞെടുത്ത് സുവിശേഷം അറിയിപ്പാനായി അവരെ അയക്കുമ്പോൾ ശിഷ്യന്മാർ പ്രസംഗിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ, അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചുവെന്നും അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ചന്തയിൽ കൂടി നിൽക്കുന്ന ആളുകളോട് സുവിശേഷം പറഞ്ഞ പാരമ്പര്യമാണ് പെന്തക്കോസ്ത് പിതാക്കന്മാർക്കും ഉള്ളത്. അതുപോലെ റോമാലേഖനം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതൊന്നും ശ്രീമാൻ M.A. വർഗീസിൻ്റെ ബൈബിളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ M.A. വർഗീസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന എന്താണെന്ന് താങ്കൾ ശരിക്കൊന്ന് പഠിക്കണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പനെന്നാണ് കർത്താവിൻ്റെ അന്ത്യകൽപ്പന. പുറപ്പെട്ടു പോയി പറയണമെന്ന് തന്നെയാണ്. നിങ്ങളെപ്പോലെ യേശു റൂമിലും ബംഗ്ലാവിലിരുന്ന് അവിടെ വരുന്ന ആളുകളോട് മാത്രം തുമ്പിതുള്ളൽ നടത്തുന്ന പരിപാടി അല്ല സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി പരസ്യോഗം താങ്കൾക്ക് അത്ര ഇച്ചിച്ചിയായി തോന്നുന്ന കാര്യം എന്താണ്? പരസ്യോഗം നടത്തുന്നത് എന്തിനാണെന്ന് താങ്കൾ ചോദിച്ചു. പറയാം. കഴിഞ്ഞ 16-17 വർഷത്തോളമായി സ്ട്രീറ്റിൽ പ്രസംഗിക്കുന്ന ഒരു കവലപ്രസംഗകൻ എന്ന നിലയിൽ കൃത്യമായിട്ട് പറയാം. ഒന്ന്, കർത്താവിൻ്റെ അന്ത്യകൽപ്പന ആയതുകൊണ്ട്. എന്തുകൊണ്ട്? പുറപ്പെട്ടു പോയി പറയണം എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. പക്ഷേ ആ കൽപ്പന പെന്തക്കോസ്തിലെ പിതാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് റോഡിലും തെരുവീഥികളിലും ചന്തമൈതാനത്തും മാർക്കറ്റ് കൂടുന്നിടത്തും ആളുകൾ എവിടെ കൂടാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഇറങ്ങി നിന്നുകൊണ്ട് അവർ സുവിശേഷം വിളിച്ചു പറഞ്ഞു. അവരിട്ടിരിക്കുന്ന ഉടുപ്പുകളിൽ വചനഭാഗം എഴുതിയിട്ട്
പൊട്ടന്മാരെ പോലെ അവർ മാർക്കറ്റിൽ നിന്നു. മാർക്കറ്റിൽ നിന്ന് തക്കാളിപ്പെട്ടി വാങ്ങി ആ തക്കാളിപ്പെട്ടിയിൽ വെള്ള പെയിൻ്റ് അടിച്ച് അതിൻ്റെ അകത്ത് ബൈബിൾ വാക്യം എഴുതി അത് തലയിൽ ചുമന്നുകൊണ്ട് മാർക്കറ്റിൽ പോയി നിന്ന ദൈവദാസന്മാരെക്കുറിച്ച് പെന്തക്കോസ്ത് ചരിത്രത്തിൽ പല പുസ്തകങ്ങളിലായി വായിക്കുവാനിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിതാക്കന്മാർ വില കൊടുത്തതുകൊണ്ടാണ് അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. പക്ഷെ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? പുറപ്പെട്ടു പോയി പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായി തോന്നിയിട്ട് ഗ്രൗണ്ടിൽ സ്റ്റേജ് കെട്ടിവെച്ച് ഞങ്ങളിവിടെ കൺവെൻഷൻ നടത്തുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങളുടെ പന്തലിൽ വന്നിരുന്ന് രക്ഷ പ്രാപിച്ചോ എന്നുള്ള നിലയിലേക്ക് ചിന്ത മാറുകയും വർഷാവർഷം ചടങ്ങിന് ഒരു കൺവെൻഷൻ മാത്രം നടത്തി ഒതുങ്ങുന്ന രീതിയിലേക്ക് പല സഭകളും മാറ്റപ്പെട്ടു. അപ്പോഴും ഒരു ഭാഗത്ത് വെളിപ്പാടുള്ള ദൈവദാസന്മാർ പുറപ്പെട്ടു പോയി സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു, ഇന്നും അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, എന്താണ് പരസ്യയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് താങ്കൾ ചോദിച്ചു. പറയാം. നോക്കൂ, നമ്മൾ സ്റ്റേജ് കെട്ടിവെച്ച് 2 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ 50 ലക്ഷമോ ഒക്കെ ചെലവാക്കി നടത്തുന്ന ഒരു ക്രൂസൈഡിൽ അക്രൈസ്തവനായിരിക്കുന്ന ഒരു നാരായണനോ ഒരു മമ്മദ് കുട്ടിയോ ആ സ്റ്റേജിൽ വന്നിരുന്ന് ഇത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എങ്ങാനും വന്നാൽ ദൈവത്തിന് സ്തോത്രം, പക്ഷെ വന്നിരുന്ന് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ പരസ്യയോഗം എന്ന് പറഞ്ഞാൽ അവൻ എവിടെ ഇരിക്കുന്നുവോ, അത് അവൻ്റെ വീട്ടിലെ തിണ്ണയിലായിരിക്കാം, ഒരു കടയുടെ തിണ്ണയിലായിരിക്കാം, അല്ലെങ്കിൽ കട നടത്തുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ബിവറേജിൻ്റെ മുമ്പിലായിരിക്കാം. അവൻ നിൽക്കുന്ന ഇടത്ത് പോയി അവനെ കേൾപ്പിക്കുന്നതാണ് പരസ്യയോഗം എന്ന് പറയുന്ന ശുശ്രൂഷ. അത് അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കവലയിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ AC റൂമിലെ സഭാ ഹാളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്പി തുള്ളുന്ന പരിപാടി അല്ലത്. റോഡിലെ പുകയും പൊടിയും സഹിച്ച് പലരുടെയും പരിഹാസ ചിരി കണ്ട് ആക്ഷേപങ്ങൾ കേട്ട് അപമാനം കേട്ട് ചിലപ്പോൾ ചിലയിടത്ത് മർദ്ദനങ്ങളേറ്റ് എന്നാലും സാരമില്ല, അപ്പോസ്തലന്മാർ എഴുതി വെച്ചതുപോലെ വരുവാനുള്ള ആ തേജസ്സിലെ ഓർക്കുമ്പോൾ ഇപ്പോൾ നേരിടുന്ന കഷ്ടം സാരമില്ലെന്നെണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെന്ന് പറയുന്നത്. അത് താങ്കൾക്ക് അറിയണമെങ്കിൽ താങ്കൾ ഈ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ആളുകളുടെ കൂടെ ഇറങ്ങി നിൽക്കണം. പിന്നെ ആത്മാക്കൾ എത്ര പേരെ നേടി എന്നുള്ളതൊക്കെയാണ് താങ്കളുടെ ചോദ്യം. എനിക്ക് മനസ്സിലാകുന്നത് മിസ്റ്റർ എം എ വർഗീസ്, താങ്കളുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന നിഗളം അല്ലെങ്കിൽ താങ്കളുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ദുരാത്മാവെന്ന് പറയുന്നത് ഈ എണ്ണത്തിൽ പെരുകുന്നതാണ്. സഭയ്ക്ക് എന്തോ വലിയ പ്രത്യേകത എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നിങ്ങളുടെ സഭയിൽ കുറേ ആളുകൾ എണ്ണത്തിൽ പെരുകിയത് കൊണ്ട് അതെന്തോ വലിയ സംഭവമാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. 120 വർഷത്തോളം ഒരു പൊട്ടനെ പോലെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച ആളാണ് നോഹ. എന്നിട്ട് തൻ്റെ കുടുംബത്തിലുള്ള 8 പേരെ മാത്രമേ തനിക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് പെട്ടകത്തിൽ കയറ്റാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ താങ്കൾ നോഹയെ കണ്ടാൽ താങ്കൾ എന്തായിരിക്കും പറയുക? വേറെ ജോലിയില്ലേ? നാട്ടുകാരൻ വീട്ടുകാരെ ശല്യപ്പെടുത്താനായിട്ട് 120 വർഷം ചുമ്മാ കിടന്ന് അലറി കൂവി വിളിച്ച മണ്ടൻ പൊട്ടൻ വിവരക്കേട് എന്നൊക്കെയല്ലേ താങ്കൾ നോഹയെ പറയുള്ളൂ. താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കുറേ ആളുകൾ താങ്കളുടെ ചർച്ചിൽ ഇങ്ങനെ അടിമകളെപ്പോലെ ഇരിക്കുന്നത് കൊണ്ട് അവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഭ ബദേൽ എന്നാണോ താങ്കൾ പറയുന്നത്? എങ്ങനെയാണ് താങ്കളുടെ ചർച്ചിൽ ഈ ആത്മാക്കളെ വന്നത്? അതുകൂടി താങ്കളൊന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് വന്നത്? ഈ കൊച്ചു കേരളത്തിൽ റോഡരികിൽ നിന്നൊക്കെ ദൈവദാസന്മാർ പരസ്യയോഗങ്ങൾ നടത്തിയും പ്രസംഗിച്ചും ഒക്കെ രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ മക്കൾ ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിനും IT മേഖലയിലും ഒക്കെ പഠിക്കാൻ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ചർച്ചിൽ ഈ പറയുന്ന അംഗസംഖ്യയൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ ശ്രീമാൻ എം എ വർഗീസ് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ സമുദ്രത്തിൽ നിന്ന് പിടിച്ച മീനൊന്നും അല്ല. ബാംഗ്ലൂർ എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട്. അതിനെ പിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്തോട്ടിറങ്ങണം, സുവിശേഷം പറയേണ്ടി വരും, ഇച്ചിരി മെനക്കെടേണ്ടി വരും, പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വരും. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇവിടുന്ന് വന്നിട്ടുള്ള മീനുകളൊക്കെ അക്വേറിയത്തിൽ നിന്ന് കോരിയെടുത്ത് അവിടെ കൊണ്ടിടുകയാണ് നിങ്ങളുടെ പണി. സമുദ്രത്തിൽ നിന്ന് പിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓൾറെഡി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നാട്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പഠിക്കുവാനായിട്ട് ബാംഗ്ലൂർ പഠിക്കുവാനോ ജോലിക്കോ വരുന്നവർ അക്വേറിയത്തിൽ നിന്നുള്ള മീനുകളെ കോരിയെടുത്ത് അവിടെ കൊണ്ടിട്ട് കൊട്ടുന്നു. നിങ്ങൾ പറയുന്നതാണ് വേദവാക്യമെന്നും നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നും വിശ്വസിച്ചുകൊണ്ട് കൈയടിച്ചു പോകുന്ന അടിമക്കൂട്ടങ്ങളാണ് നിങ്ങളുടെ അടുക്കലിരിക്കുന്ന വിശ്വാസികൾ. അവർക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ദൈവവചനം ശരിയായി വായിക്കാൻ തുടങ്ങിയാൽ അവർക്കത് ബോധ്യപ്പെടും. കഴിഞ്ഞ കാലങ്ങളിൽ വേദപുസ്തകവുമായിട്ട് ബന്ധമില്ലാത്ത എന്തെല്ലാം ദുരുപദേശങ്ങളാണ് താങ്കൾ തട്ടിവിട്ടത്. താങ്കളത് മറന്നുപോയോ? ഇന്ത്യയിലേക്ക് ഏലിയൻസ് വരുന്നു, കുഞ്ഞുങ്ങളെ
പെൺകുഞ്ഞുങ്ങളെ നിൽക്കുന്ന നിപ്പിൽ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവരെ പ്രഗ്നൻ്റ് ആക്കി മറ്റൊരു പട്ടണത്തിൽ കൊണ്ടിടുന്നു. ഇത് മറ്റു പല രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് താങ്കൾ പ്രസംഗിച്ചത് താങ്കൾ മറന്നുപോയി. ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ ഗവൺമെന്റ് ഫെമയുടെ ഡയറക്ടർക്ക് വേറൊരു ജോലി കൊടുത്തു. ഏലിയൻ അബ്ഡക്ഷൻ നടന്നവർ തിരിച്ചു വന്നാൽ അവരെ ഇന്റർവ്യൂ എടുത്ത് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളിനെ കാണുകയില്ല, എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല, കാണാതെ പോയി. ഇന്ത്യയിൽ നിന്ന് 10,000-ങ്ങളെയാ കഴിഞ്ഞ വർഷം കാണാൻ പോയത്, അറിയാവോ? ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറി ജനറൽ ഇൻഫർമേഷൻ ട്രൈ ചെയ്യുക. 10,000-ങ്ങളെയാണ് കഴിഞ്ഞ 2-3 വർഷമായി പെൺകുട്ടികളെ ഇന്ത്യയിൽ നിന്ന് കാണാതെ പോയത്. മറ്റ് രാജ്യങ്ങൾ കണ്ടുപിടിച്ചു ഏലിയൻ അബ്ഡക്ഷനാണ്, ഈ വീണുപോയ ദൂതന്മാർ, പൈശാചിക ശക്തികൾ ഇവരെ പൊക്കിക്കൊണ്ടു പോകുന്നതാ. ഒരുപാട് പേര് പോയിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. 2-3 പേര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്നൊരു പെൺകൊച്ചിനെ കാണുകയില്ല. 2-3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത റൂമിൽ അർത്ഥവസ്ത്രവുമായി ഇട്ടിരിക്കുന്നത് കാണാം. പെണ്ണിന് ബോധമില്ല, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്ന പറയുന്നത്, അതിക്കവിഞ്ഞതിന് അറിഞ്ഞുകൂടാ. വേറെ ചിലതിനെ ഇംഗ്ലണ്ടിൽ നിന്ന് കാണാതായതിനെ 2 വർഷം കഴിയുമ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടും, പക്ഷെ അന്ന് അവള് ഒരു കുഞ്ഞിനെ അകത്ത് വഹിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കാണാതെ പോയതിനെ ലണ്ടനിൽ കിട്ടും, ഒരു കുഞ്ഞിനെ അവൾ അകത്ത് വഹിക്കുന്നുണ്ട്. ഇതുപോലെ അബ്ഡക്റ്റ് ചെയ്ത് ഗർഭിണികളാക്കി തിരിച്ചുകൊണ്ട് കളഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അറിയപ്പെടാത്ത ഏതോ ഒരു ശക്തി ഒരു മാഗ്നറ്റിക് സർക്കിളിനകത്ത് ഇവരെ ആക്കും. അവരുടെ ചുറ്റും ഏതോ ഒരു ശക്തി അടിക്കുന്നത് കാണാം, ആളങ്ങ് പൊങ്ങും. എതിലെയാ പോയതെന്നൊന്നും അറിയത്തില്ല. ആ കൊണ്ടുപോയവർ ലൈംഗിക വികാരത്തോടെയാണ് വരുന്നത്. അവർക്ക് കീഴടങ്ങുന്നില്ലെങ്കിൽ അവർ മാനഭംഗപ്പെടുത്തി കളഞ്ഞു ചങ്ങുപോകും. അവർക്ക് കീഴടങ്ങുന്നെങ്കിൽ, കാര്യം ചിലർക്കൊണ്ട് എനിക്ക് ഒരു നല്ല അവസരമാണ്, സന്തോഷിക്കാം, അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ട്. അവരെ കൊണ്ടുപോകും, 2 വർഷം വരെ അവരുടെ കൂടെ താമസിപ്പിക്കും. അതിനുശേഷം അവരെ തിരിച്ച് ഭൂമിയിൽ അയക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരെ അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോയ സ്ത്രീകളെ വയറിലൊരു കുഞ്ഞുമായിട്ട് അവിടെ തിരിച്ചു കൊണ്ടുവിടുന്നെന്ന്. ആ കുഞ്ഞുങ്ങളുടെ മുഴുവനും DNA ഹ്യൂമൻ അല്ല. കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഏരിയയിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേർക്ക് അറിയാം. ആ കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം ഹ്യൂമൻ അല്ല, മനുഷ്യനല്ല, വേറൊരു DNA എന്ന് പറഞ്ഞാൽ അവൻ ഡയറക്റ്റ് വരാൻ ശ്രമിക്കുക. അവൻ്റെ DNA വരെ ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. ഒത്തിരി ഉണ്ടിത്. ഈ ആശയം ഭയങ്കരമാണ്. മനുഷ്യ കുഞ്ഞുങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ തീർത്തു പറഞ്ഞത്, രാക്ഷസ കുഞ്ഞുങ്ങൾ ജനിച്ചു. രാക്ഷസന്മാർക്ക് വീണ്ടും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ഒക്കത്തില്ല. അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. അങ്ങനെയാണ് രാക്ഷസ സമൂഹം നിന്നുപോകും. ഇന്ന് വീണ്ടും തുടങ്ങുന്നുണ്ട്. രാക്ഷസ സമൂഹം നിന്നുപോകും. ഇത് നിന്നു പോകാതിരിക്കണമെങ്കിൽ അടുത്തൊരു ദൈവദൂതൻ വന്ന് ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കണം. എങ്കിൽ മാത്രമേ രാക്ഷസ സമൂഹം വർദ്ധിക്കത്തുള്ളൂ. ആ കാരണത്താൽ മനുഷ്യ സ്ത്രീകളെ ദൈവദൂതന്മാരുമായി വിവാഹം കഴിക്കുവാൻ ജനിച്ച് ഭൂമിയിലുള്ള രാക്ഷസന്മാർ നിർബന്ധിച്ചു. സമ്മതിക്കാതെ വന്ന പെൺകുട്ടികളെ പിടിച്ചു തിന്നു. രാക്ഷസന്മാർ മനുഷ്യനെ തിന്നും. സമ്മതിക്കാതെ വന്ന പെൺകുട്ടികളെ രാക്ഷസന്മാർ പിടിച്ചു തിന്നു. മരണത്തെ ഭയന്ന് പലരും നിർബന്ധപൂർവം പിശാചിന് വഴങ്ങി. താങ്കൾ ബൈബിളാണോ വായിക്കുന്നത്, അതോ ഏതെങ്കിലും ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടാണോ പ്രസംഗിക്കുന്നത്? ഇതിനൊക്കെ വേദപുസ്തകത്തിൽ എവിടെയാണ് അടിസ്ഥാനം? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അഗാധ കൂപം, അത് സദ്ദാം ഹുസൈൻ്റെ കാലത്തുണ്ടായ യുദ്ധമാണെന്ന്, അതിൽ നിന്ന് വെട്ടുക്കിളി പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ വെട്ടുക്കിളി ഹെലികോപ്റ്റർ ആണെന്ന്. ഇതൊക്കെ താങ്കൾ പ്രസംഗിച്ചതല്ലേ? ഇതൊക്കെ ഏത് വേദപുസ്തകത്തിൽ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനമെല്ലാം താങ്കൾക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? വേദപുസ്തകം പഠിക്കുന്ന ആളുകൾ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? അതും പോട്ടെ, താങ്കളുടെ ഒരു പ്രധാന പ്രസംഗ മേഖലയാണ് ശാപം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം കൊണ്ട് അവസാനിക്കാത്ത എന്ത് ശാപമാണ് താങ്കൾ പൊട്ടിക്കാൻ നടക്കുന്നത്? താങ്കൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് അത് തെളിയിക്കാൻ പറ്റുമോ? താങ്കൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശാപം മുറിക്കൽ എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരമുള്ള ഉപദേശമല്ല, അതൊരു വിശ്വാസം മാത്രമാണ് എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിന് പുറത്തുള്ള വിശ്വാസം, അതാണോ ദൈവമക്കളിൽ പ്രസംഗിച്ച് ഫലമേൽപ്പിക്കേണ്ടത്? താങ്കൾ മറന്നുപോയെങ്കിൽ ഞാൻ കേൾപ്പിക്കാം, കേട്ടോ. അനുഗ്രഹവും ശാപവും എന്ന വിഷയം ഞാൻ വിശ്വസിക്കുന്നു. ശാപത്തിന് എതിരെയും അനുഗ്രഹത്തിൻ്റെ വർധനവിനായും ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് ഉപദേശമല്ല, അത് വിശ്വാസമല്ല, അത് വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്ത്, ഉപദേശം എന്ത് എന്നറിയാവുന്നവർ ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ആ ഭാഗത്ത് അധികം പോകാൻ ആഗ്രഹിക്കുന്നില്ല.
കേട്ടല്ലോ, അറിയാതെ ആണെങ്കിലും അബദ്ധത്തിലാണെങ്കിലും താങ്കളുടെ വായിൽ നിന്ന് വന്നതാ. ശാപം മുറിക്കൽ എന്ന് പറയുന്നത് ഉപദേശമല്ല, അത് വചനപ്രകാരമല്ല, അതൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന പോലെ ഒരാചാരം, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ ഇത് പറഞ്ഞ് ഭയപ്പെടുത്തി പൈസ ഉണ്ടാക്കിയിട്ടല്ലേ താങ്കൾ നോട്ടുണ്ടെന്ന് 5 മെഷീൻ മേടിച്ചു എന്ന് താങ്കൾ ഈ വീമ്പിളക്കി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഈ മുഷിഞ്ഞ നോട്ട് കൊണ്ടിടുന്ന ദൈവമക്കളെ, സ്വന്തം ചർച്ചിലെ വിശ്വാസികളെ, പന്നം പിടിച്ച വിശ്വാസികളെന്ന് താങ്കളുടെ മകൻ സംബോധന ചെയ്തപ്പോൾ പന്നം പിടിച്ച വിശ്വാസികൾ കൊണ്ടിടുന്ന ഈ മുഷിഞ്ഞ നോട്ട് തൂത്തും തുടച്ചും എനിക്ക് ദേഷ്യം വരുന്നെന്നൊക്കെ തൻ്റെ മകൻ പറഞ്ഞു എന്ന് താങ്കൾ പല സ്റ്റേജിലും വീമ്പിളക്കി സംസാരിച്ചു. താങ്കളിൽ പരിശുദ്ധാത്മാവുള്ള ഒരപ്പനായിരുന്നെങ്കിൽ, ഒരാത്മീയ പക്വതയുള്ള മനുഷ്യനായിരുന്നെങ്കിൽ നിങ്ങൾ ആ മകനെ പറഞ്ഞ് തിരുത്തുകയല്ലേ, മോനെ അങ്ങനെ പറയരുത്, നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ദൈവമക്കളുടെ നന്മയാണ്, ദൈവം അവരിലൂടെയാണ് നമ്മളെ പോറ്റുന്നത്, നിന്റെ തടിയിലെ ഇറച്ചി ദൈവമക്കൾ തന്നിരിക്കുന്ന നന്മയിൽ നിന്നുള്ള ചോറാണ്, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്, വിധവയുടെ ചില്ലിക്കാശിനെ മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, അതുകൊണ്ട് മോൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് അവനെ തിരുത്തേണ്ടതിന് പകരം താങ്കൾ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കായിട്ട് വേദികളിൽ കയറി നിന്ന് പറയുന്നു. താങ്കൾ എന്തൊരു അപ്പനാടോ മനുഷ്യ, അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കേട്ടോ. പിച്ചക്കാശും സ്തോത്രകാഴ്ചയും രണ്ടും രണ്ടാ. പിച്ചക്കാശും സ്തോത്രകാഴ്ചയും രണ്ടും രണ്ടാ. എൻ്റെ ചർച്ചിൽ ഞങ്ങൾക്ക് സ്തോത്രകാഴ്ച എണ്ണാനും വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. ആരംഭത്തെങ്കിൽ 1983 ഞാൻ ചർച്ചിൽ ചെന്ന് ചുമതലയെടുക്കുമ്പോൾ 7 രൂപ 50 പൈസ കിട്ടിയ ആഴ്ചയില്ല. ഇപ്പം ഞങ്ങൾക്ക് 5 മെഷീനുണ്ട് നോട്ടുണ്ടെന്ന്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ എണ്ണി തീരിയില്ല, അതുകൊണ്ട് 5 മെഷീനുണ്ട് നോട്ടെണ്ണൻ. സർവീസസ് ഒത്തിരിയുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ മോം എന്ന് പറഞ്ഞ, ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വിട്ടേച്ചു പോവും, ഇത് എണ്ണിയും തേച്ചും തൂത്തും വിഷമിച്ചു. ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വിട്ടേച്ചു പോവും, ഇത് എണ്ണിയും തേച്ചും തൂത്തും വിഷമിച്ചു. സ്തോത്ര കാഴ്ച ഇടുന്നെങ്കിൽ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ വരുമാനത്തിനും ബാങ്ക് ബാലൻസിനും യുക്തമായൊരു തുക, ചുളുങ്ങാത്ത മുഷിയാത്ത നല്ല നോട്ട് കർത്താവെ അംഗീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വലത്തെ കൈകൊണ്ടേ സമർപ്പിക്കാവൂ. പിടികിട്ടുന്നുണ്ടോ? അത് സ്തോത്ര കാഴ്ചയാ, മറ്റേത് പിച്ചക്കാശ്. കേട്ടല്ലോ, ഇത്രയൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ എന്താ പറയുക? എന്നിട്ട് താങ്കൾ ഇപ്പോൾ ലേറ്റസ്റ്റ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നു, കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ആദ്യം ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കിയിട്ട് പിന്നെ ആ സുവിശേഷം പറയാൻ പറഞ്ഞതെന്ന് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾ പറഞ്ഞതൊന്ന് കാണാം. യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവിൻ, സകലവിധ രോഗവും വ്യാധിയും പൊറുപ്പിൻ, ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് പറയുന്നത്. ഈ ലക്ഷണം അവരിലില്ല. കേട്ടല്ലോ, താങ്കൾ പുസ്തകം നന്നായിട്ട് വായിക്കാത്തത് കൊണ്ടാണ്. വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് അറിയിപ്പാനായി അയച്ചത്, മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് പ്രസംഗിക്കപ്പെട്ടത്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അത് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സംഭവിക്കുന്ന ഒന്നാണ്. അതിനുശേഷമാണ് പാപമോചനത്തിനായുള്ള സുവിശേഷ സന്ദേശം പ്രാബല്യത്തിലേക്ക് വരുന്നത്. അത് പ്രസംഗിക്കുവാനായി ഇറങ്ങിത്തിരിച്ച അപ്പസ്തോലന്മാരെ നിങ്ങൾ നോക്ക്. അവർ കൃത്യമായ സുവിശേഷം പ്രസംഗിക്കുകയും മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പ്രസംഗിക്കപ്പെടുകയും ചെയ്തിടത്താണ് കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിച്ചു, അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത് മാനസാന്തരത്തിനായുള്ള സന്ദേശമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന് ഘോഷിപ്പിനെന്നാണ്. താങ്കൾക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആളൊന്നുമല്ല. താങ്കൾ ദൈവകൃപയിൽ നിന്ന് വീണ് ഇപ്പോൾ താങ്കളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് താങ്കൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവല്ല താങ്കളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകവുമായി പുലബന്ധമില്ലാത്ത ഇമ്മാതിരി വിവരക്കേടുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയാൻ താങ്കൾക്കൊരു മടിയുമില്ലാത്തത്. ഇനി താങ്കൾ പറഞ്ഞെന്താണ്? ക്രിസ്തുവിനെ പോലെ ആക്കാൻ കഴിയുന്നില്ല, പരസ്യയോഗ പ്രസംഗകർക്ക് ക്രിസ്തുവിനെ പോലെ ആക്കാൻ കഴിയുന്നില്ല. താങ്കൾ ക്രിസ്തുവിനെ പോലായോ ഇത്രയും കാലത്തിനിടയ്ക്ക്?
ആരെങ്കിലും ക്രിസ്തുവിനെ പോലെ ആയിട്ടുണ്ടോ ഇവിടെ? പോട്ടെ, താങ്കൾ സ്വന്തം മകനെങ്കിലും ക്രിസ്തുവിനെ പോലെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? താങ്കൾ ക്രിസ്തുവിനെ പോലെ ആക്കി വളർത്തിയ മകന്റെ പ്രസംഗം കഴിഞ്ഞ കാലം നാട്ടുകാരെല്ലാം കേട്ടതാ. വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ടോ. We have pastors whose wife ran away with associate pastor and came back, and still church is growing. ബാംഗ്ലൂരില് ഞങ്ങളുടെ പല പാസ്റ്റർമാരുടെയും ഭാര്യമാര് അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. Church growth doesn't mean pastor is a saint. Church growth only means God is building his church. സഭ വളരുന്നു എന്നതിന്റെ അർത്ഥം പാസ്റ്റർ ഒരു വിശുദ്ധൻ എന്ന അർത്ഥത്തിലല്ല. വളർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതാ കണ്ടോ, ഇത് ഞാൻ്റെ സഭ വളരുന്നത് ഇങ്ങനെയാ. കൂടെയുള്ള പാസ്റ്റർമാരുടെ ഭാര്യമാരൊക്കെ അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ ചാടിപ്പോയിട്ട് സഭ വളർത്തുകയാണെന്ന്. ഇങ്ങനെയാണോ ക്രിസ്തുവിനെ പോലെ ആക്കുന്നത്? ഇങ്ങനെ ആക്കാനാണോ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾക്ക് ഇതിനൊന്നുമുള്ള കഴിവില്ല പൊന്നണ്ണ, സമ്മതിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഈ കേരളക്കരയിൽ പരസ്യയോഗത്തിലൂടെ മാത്രം ജീവിതത്തിലേക്ക് കടന്നു വന്ന അനേകം മനുഷ്യന്മാരുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുവേൽ ഉപദേശി എന്ന് പറയുന്ന ദേവദാസൻ ഒരു റേഷൻ കടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരസ്യയോഗത്തിൽ കോളാമ്പിയിൽ പ്രസംഗിച്ചു. റേഷൻ കടയിൽ അരി വാങ്ങാൻ വന്ന ഒരു അമ്മ അത് കേട്ട് രക്ഷിക്കപ്പെട്ടു. ആ അമ്മ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ അമ്മയുടെ മകനാണ് ഇന്ന് കേരളക്കരയിൽ കൺവെൻഷൻ വേദികളിൽ പരസ്യയോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അജി ആന്റണി എന്ന് പറയുന്ന സുവിശേഷകൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റേഷൻ കടയുടെ തിണ്ണയിൽ നിന്ന് പരസ്യവും നടത്തിയതിൻ്റെ വിത്താണ് ഇന്ന് ആയിരക്കണക്കിന് ആത്മാക്കളെ നേടാൻ കഴിയുന്ന ഒരു സുവിശേഷകന് ജന്മം നൽകിയത്. ഇതൊന്നല്ല, ഒരു 100 അനുഭവങ്ങൾ എന്നെപ്പോലെ ദൈവമക്കൾക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്ര പുച്ഛത്തോടെ കാണേണ്ട ഒന്നല്ല പരസ്യയോഗം. നിങ്ങൾ പറയുന്ന വിവരക്കേടുകൾ വേദപുസ്തകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ ബാംഗ്ലൂരിൽ പിന്നെ ഒരു വഴിയിലൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് നാരങ്ങ ഉരുട്ടി വിടും. നാരങ്ങ ഉരുട്ടി വിടുമ്പോഴാണ് പിന്നെ അവിടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ ചർച്ചിലുള്ള പിള്ളേർ ശാസിച്ചതിന് ശേഷം പിന്നെ അവർ നാരങ്ങ ഉരുട്ടൽ നിർത്തി, പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായില്ല. ഇതൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഈ മുമ്പിലിരിക്കുന്ന ജനത്തെ ഭയപ്പെടുത്തി പേടിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഈ ആളുകളിൽ നിന്ന് പണം ഉണ്ടാക്കി ഇങ്ങനെ നോട്ടെണ്ണുന്ന മെഷീൻ അടുക്കി വെച്ച് സുഖലോലുപതയിൽ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് ദൈവം. എടോ മനുഷ്യ, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഈ കേരളക്കരയിൽ ഓഡിയിലും ജാഗ്വാറിലും BMW-ലും ബെൻസിലും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അവർ നല്ല ഫ്ലാറ്റിലും കാറിലും നിങ്ങളെക്കാളൊക്കെ മില്യൺസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ പലരും ദൈവത്തെ പോലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ബാംഗ്ലൂരിൽ 100 കോടിയുടെ കെട്ടിടം പണിഞ്ഞു എന്ന് കരുതി നിങ്ങൾ ദൈവത്തിൻ്റെ പോക്കറ്റിലാണെന്നോ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഈ അഹങ്കാര മനോഭാവം ഉണ്ടല്ലോ, നിങ്ങളത് വിടണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ അഹങ്കാരം, നിങ്ങളെ വിമർശിക്കുന്നവരൊക്കെ മാർഗം കൂടിയ ക്രിസ്ത്യാനികളാണെന്നും പുതുക്രിസ്ത്യാനിയെന്നും പിന്നെ വഴിയെ കുരയ്ക്കുന്ന പട്ടികളാണെന്നും ഒക്കെ പറയും. ഇതൊക്കെയാണോ നിങ്ങളുടെ വായിന്ന് വരുന്ന ക്രിസ്തുവിനെ പോലെ ആയ നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കുകൾ? നിങ്ങൾക്ക് മറന്നുപോയോ നിങ്ങളത് പറഞ്ഞത്? ഞാൻ ഓർപ്പിക്കാൻ കേട്ടോ. വേദപുസ്തകത്തിന്റെ വാലും തലയും തിരിച്ചറിയാൻ വയ്യാത്ത, ഏതുവഴി വ്യാഖ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പുതുക്രിസ്ത്യാനികളായി വന്ന മാർഗം ചേർന്ന ചിലർക്ക് തിരുവചനം മനസ്സിലായില്ലെങ്കിൽ അതിന് സഭ ഉത്തരവാദിയല്ല. സമയം മെനക്കെടുത്ത് ദൈവസന്നിധിയിൽ ഇരിയടോ ഒരു പക്ഷെങ്കിൽ കർത്താവിന് തിരിഹിതമെങ്കിൽ തന്നോട് ക്ഷമിച്ച് വല്ലതും മനസ്സിലാക്കി തന്നിരിക്കും. ഞാൻ ഇങ്ങനൊന്നും പറയാറില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞവന് ലൈക്ക് അടിച്ചേച്ച് വന്ന പാർട്ടിയല്ലേടാ നീയും. പട്ടി കുരച്ചാൽ ആരാണ് പടി തുറക്കുക? പിന്നെ വളത്തുപട്ടിയാണ് കുരച്ചതെങ്കിൽ എന്താ കാരണമെന്ന് ഗേറ്റിങ്ങിലോട്ടൊന്ന് നോക്കുന്നത് കൊള്ളാം. വഴിയെ പോയ വഴിപ്പട്ടിയാ കുരച്ചതെങ്കിൽ വിട്ടേക്ക്, അതിനകത്ത് പോലും കാര്യമില്ല. അർഹിക്കുന്ന ആവജ്ഞയോടെ പുച്ഛിച്ച് തള്ളൂ, അതിനേക്കാൾ കവിഞ്ഞതിനകത്തൊന്നും കാര്യമില്ല. ഇത് വഴിപ്പട്ടിയല്ലാതെ എന്ത് പറയാനാ? കഷ്ടം. മനസ്സിലാകുന്നില്ലേ? അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പാട്ടുകാരുടെ മണ്ടയ്ക്കോട്ടായി. ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ഒരു യോഗത്തിനെന്തോ പോയപ്പോൾ ഡ്രം സെറ്റും റിതം പാടും ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു പോലും. കാരണം അത് അടിച്ചു പെരുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ജഡീക ഇതാണ്, അഭിലാഷങ്ങളാണ്, അല്ലെങ്കിൽ ജഡീകമായ വികാരമാണ് വരുന്നത്. ആത്മാവിൻ്റെ സാന്നിധ്യം വരത്തില്ല. അതുകൊണ്ട് ഈ ഡ്രം സെറ്റ് ഒഴിവാക്കണമെന്ന് അവരോട് പറഞ്ഞു പോലും. ആ വീഡിയോ ഒന്ന് കാണാം.
ഞാൻ അന്നേരത്തെ എനിക്കൊന്ന് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞു, അന്നൊരു ഗായക സംഘം എൻ്റെ കൂടെ പാട്ട് പാടാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തു പറയാൻ പറഞ്ഞു. JV പീറ്റർ ആയിരുന്നു അന്നത്തെ പ്രധാന പാട്ടുകാരിൽ ഒരാൾ. ഞാൻ പോകുന്ന കാര്യത്തിൽ മാവേലിക്കർ രാജു വേറൊരാളായിരുന്നു. അവരെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന മീറ്റിങ്ങിൽ വരുമ്പോൾ ഡ്രം ഒഴിവാക്കുക. ഡ്രം വെക്കാം, പക്ഷെ മറ്റേ ശബ്ദത്തിൻ്റെ പകുതിയിൽ താഴെ ആകാവൂ. 30% എനിക്കിഷ്ടം. റീതം കൊടുക്കാൻ വേണ്ടി ഈ ലെതർ ഇൻസ്ട്രുമെൻറ്റ്സ് നല്ലതാണ്. പക്ഷെ ലെതർ ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ജഡവികാരങ്ങളെയാണ്, ആത്മവികാരങ്ങളെ അല്ല. ഇവർ രണ്ടുപേരും അത് സമ്മതിക്കാത്ത പാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പം പാട്ടുകാരെ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ അവരോട് ഇന്നാരെ ഒഴിവാക്കിയാൽ ഉപകാരമായിരുന്നു. അതെന്താ? ഞാൻ പറഞ്ഞു, ഉണർവ് നടക്കുകയില്ല. അതുകൊണ്ടാണ്. കാര്യം ആ ബഹളത്തിനിടയ്ക്ക് ആളുകൾ മറ്റേത് മറന്നുപോകും. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ യേശുവെ പാടി ആരാധിക്കാം. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി മരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മൾ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല ഇന്നു നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല ഇന്നു നീയല്ലോ. പണ്ട് പറയുമായിരുന്നു തുമ്പിതുള്ളൽ കേട്ടിട്ടുണ്ട്. അവരെല്ലാം അങ്ങ് ഏതോ ഒരു അദൃശ്യ മണ്ഡലത്തിലാകും. അത് ചുമ്മാ ഒരേ വാചകം ആവർത്തിച്ച് പറയുകയും ഈ ട്യൂണിനനുസരിച്ച് ചാടുകയും ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വരാൻ പാടില്ല. അഞ്ചലവർദ്ധന വന്ദല വച്ചവർ അന്തലവത്തി കൽമന കട്ടി കൂടവരത്തി ചാടം വേലം അന്തല വഞ്ചല വന്ദല വഞ്ചവൽ അന്തല വന്തി കന്മന കട്ടി കൂടവരക്ഷി താരകരത്തം വന്ദവരച്ചം വേദാഭാര കൂടവലന്തല വന്തുര വഞ്ചിലി വന്തിരി വഞ്ചവലന്തല വർത്തന വന്ദല വച്ചവരന്തല വർത്തന വന്ദലവത്തിക്കാരം കൂടവലന്തല ദരുജമനന്തല വന്ദല വച്ചവലന്തല വർത്തന വഞ്ചവലന്തല വന്ദല കച്ചവലന്തലവാദി കന്മന ഘട്ടം ൂടവലന്തല ദർജന വന്ദലി വഞ്ചല വന്ദല വച്ചമനന്തല കട്ടി വിരുച്ചു വരുത്തിന് വത്തുരി കട്ടി വിരുച്ചു പരത്തന വത്തല വച്ചല വത്തപ്പേര് ജാഗല വന്ദല വഞ്ചല വന്ദല വന്ദല വക്ഷമനന്തല വർച്ചിനി വന്ദല വച്ചനി വന്ദിക്കാടം വേലം മാനം വേലം മാനം ചൂടവലന്തം ദാരുപരന്തം വാതുപരച്ചം വന്ദികരച്ചം വന്തുപരച്ചം വന്ദികടച്ചം വന്ദികടത്തം വന്ദികടത്തം വേദപരച്ചം ധൂരകടത്തി കൽമന കട്ടി കൂടവരക്ഷി ധാരകടത്തി കർമ്മന കട്ടി വേദം വേദച്ചാര ധൂരച്ചാര ധേരക്കട്ടം വേദിക്കാരം അന്തല വഞ്ചല വന്ദല വഞ്ചവലന്തല വർത്തുര വഞ്ചവലന്തല വന്തുര ചിരിവത്തിരി കട്ടി വിരുക്ഷുവരത്തന വത്വര വക്ഷുവരത്തല വേദം അന്തല കച്ചവരന്തല വർത്തുര വക്ഷവരന്തല വർത്തുന പക്ഷി വിരുത്തുന വത്തിരി വച്ചുരകത്തിരി കട്ടി വിരുത്തുന വത്തുര കച്ചവരത്തന വത്തന വച്ചവരത്തം വേദം കുടികളതുപരാതുരി ജനകരേ ഗതരകരകരേ രഗതികരകരേ രഗതികരകരേ രഗതികരകദാ രഗതികരകദാ രഗതികരകരേ രഗതികരകരേ രഗതികരാദ സാവർദ്ധനകം ജലഗന്ധരകം ജലഗന്ധരകം ജനകരകസ്ഥം ഭരകരഘട്ടം വലികരഘട്ടം വന്തുപരച്ചം വേദിവിരത്തം ദീപാവാവ ദാബലവർത്തിനി വാദലവർദ്ധന വാദലവർദ്ധന വേദലവർദ്ധന വാദിനിവർത്തിനി വന്ദലവർത്തിനി വന്ദലവർത്തം കുടികളതുപര ചുടികലഘടകം ചുടിവലഘടകം മനകലഘടകം നടകലഘടകം ശമനം മാനം ഭേരം കൂടവലംബല ദുർജാരകത രഗതികരകതേ രഗതികരകതേ രാജാരകതേ രഗതികരകതേ കൂടവലാദി രാജലവേല റീകലഗൗഡ രഗതികരന്ദ രംബലഗൗഡേ രഗതികരന്തേ ധാവാദേവോ ധാവനവേശി മാനകരന്തം ധീവലകക്ഷം ധാവപ്പേതും കുടികളതുപരവ ലഗത രഗതിക രഗത രഗതിക രഗതേ രഗതിക രഗത രഗതിക രഗതേ രഗതിക രഗതേ രഗതിക രഗത ഉടികലഗതരാ ജഗലഗരഗതേ രഗതികരഗതേ രഗതികരഗത 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 രഗതികരഗതേ രഗതാ രഗതേ
താവലവതുരി ചാരകരത്തി കാരകരത്തി കാടകരത്തി കാർമരകസ്തി കാരകരത്വം ദീപചാരം പൂരമാനം. നമ്മൾ ഒത്തിരിയും കൂടെ സെൻസിറ്റീവ് ആയിരിക്കണം, പരിശുദ്ധാത്മാവിനുമായി നിയന്ത്രിതമായിരിക്കണം. അങ്ങനെ പോവുകയാണെങ്കിൽ ക്യാരക്ടറും നശിക്കത്തില്ല, ആളുകൾ നിലനിൽക്കും. അഞ്ചവലന്തം വെക്കപരച്ചം മന്തുപടച്ചം മന്തികടത്തം മന്ദപ്പാരം വേരക്കെട്ടം വേരമാനം. ആത്മാവിന്റെ നിയോഗം ഇന്ന് പകൽ ചിലതിനെ തൊടുകയാണ്. ആത്മാവിന്റെ നിയോഗം ഇന്ന് പകൽ ചിലതിനെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിന്റെ നിയോഗം ചിലതിനെ മേൽ വീഴുകയാണ്. ആത്മനിയോഗം എന്ന് പകൽ ചിലതിന് മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വീഴട്ടെ. ആത്മാവ് ചിലതിനെ വിളിക്കുന്നു. ആത്മാവ് നമ്മൾ ഒത്തിരിയും കൂടെ സെൻസിറ്റീവ് ആയിരിക്കണം, പരിശുദ്ധാത്മാവിനുമായി നിയന്ത്രിതമായിരിക്കണം. അങ്ങനെ പോവുകയാണെങ്കിൽ ക്യാരക്ടറും നശിക്കത്തില്ല, ആളുകൾ നിലനിൽക്കും. അതുകൊണ്ട് മിസ്റ്റർ എം.എ. വർഗീസ്, ഇന്ന് ഈ കേരളത്തിൽ ദുരുപദേശം പ്രസംഗിക്കുന്ന സകല കള്ളന്മാർക്കും പ്രസംഗിച്ചു വളരാൻ, സകല ഉടായ്പകളും ദുരുപദേശങ്ങളും കൾട്ടുകളും പ്രസംഗിച്ചു വളരാൻ, പിച്ച വെച്ച് വളരാൻ വേദി ഒരുക്കി കൊടുത്ത സ്ഥലമാണ് ബഥേലേജി. ഇന്ന് ഈ കേരളത്തിൽ ദുരുപദേശം വിളമ്പുന്ന സകല ദുരുപദേശന്മാരും നിങ്ങളുടെ ബാംഗ്ലൂരിലെ ബഥേലേജിയിൽ തുമ്പി തുള്ളി തെളിഞ്ഞവരാണ്. മനസ്സിലായോ? ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ പ്രസംഗത്തിൽ തള്ളിവിടും. പക്ഷെ നിങ്ങളുടെ ചർച്ചിൽ വന്ന് കാണിക്കാത്ത കോമാളിത്തരങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ നിങ്ങൾ കൈയടിച്ച് ആത്മാവിലാകുന്നത് ഏത് ആത്മാവാണെന്നൊക്കെ നിങ്ങൾക്കും തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അത്ര പുച്ഛത്തോടെ പരസ്യോഗത്തിൽ പ്രസംഗിക്കുന്നവരെ നിങ്ങൾ കാണണ്ട. പരസ്യോഗം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരാണ് ഇന്ന് യഥാർത്ഥത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതലൊരു സന്തോഷം, ഞാൻ 2014-15 കാലഘട്ടത്തിൽ ഞാൻ പരസ്യങ്ങൾ നടത്തുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അന്ന് ഇത്രയും വലിയ ആധിപത്യമൊന്നുമില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചില ക്ഷുദ്രജീവികൾ എന്നെ കളിയാക്കി പോസ്റ്റ് ഇടുമായിരുന്നു. ആരുമില്ലാത്ത നിർജ്ജന പ്രദേശത്ത് പ്രസംഗിക്കുന്ന നിർജ്ജന പ്രദേശം എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. അതൊന്നും എന്നെ ബാധിച്ചില്ല. ഞാൻ പിന്നെയും അതേ കവലകളിൽ പ്രസംഗിച്ച് മുന്നോട്ട് പോയി കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് പുതിയ തലമുറ ചെറുപ്പക്കാർ
എനിക്കെന്ത് സന്തോഷമാണെന്നറിയാമോ? നല്ല യൗവന പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് പരസ്യയോഗത്തിൽ കേരളക്കരയിൽ എത്ര ശക്തമായിട്ട് അവർ കർത്താവിനെ പ്രസംഗിക്കുന്ന ചെറുപ്പക്കാർ. നമുക്ക് യൗവനക്കാരൊക്കെ ഈ കവലകളിൽ നമ്മുടെ കർത്താവിൻ്റെ നാമവും ഏന്തി യാതൊരു നാണവും കൂടാതെ അവർ ശക്തമായ ഉച്ചത്തിൽ അത് പ്രഘോഷിപ്പിക്കപ്പെടുമ്പോൾ കാണുന്ന ഒരു ആ സന്തോഷമുണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അനേക ആളുകൾ, അനേക ദൈവദാസന്മാരിറങ്ങി. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടം പരസ്യയോഗത്തിലുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. മനസ്സിലായില്ലേ? അത് ഈ മേടയിലിരുന്ന് സമയത്ത് കൺവെൻഷനിൽ വിളിച്ചു, സമയത്ത് അങ്ങോട്ട് കയറി വന്നു, കോട്ടും സൂട്ടും ഇട്ട് പ്രസംഗിച്ചു, തിരിച്ചിറങ്ങിപ്പോയി നേരെ AC കാറിൽ കയറി ഇരുന്നു, വീട്ടിൽ പോകുന്ന പരിപാടിയൊന്നും അല്ല പരസ്യയോഗം. ഒന്നാമത് അതിന് നല്ല ചങ്കൂറ്റം വേണം. പിന്നെ പൊടിയും പുകയും സഹിച്ച്, തെറിവിളി സഹിച്ച് ഇറങ്ങി നിൽക്കാനുള്ള ആംബിയർ വേണം. പിന്നെ അതും പോരാഞ്ഞിട്ട് കവലയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ കവർ തരാൻ ആരുമില്ല. അതും കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്ര പുച്ഛത്തോടെ കാണേണ്ടുന്ന ഒന്നല്ല മിസ്റ്റർ MA വർഗീസ് പരസ്യയോഗം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വേറൊരാൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടു, പരസ്യയോഗത്തിൻ്റെ പ്രസംഗിക്കുന്ന പോസ്റ്റുകളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടേണ്ട കാര്യം എന്താ, അത് ഇടുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനാണെന്നൊക്കെ. ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പരസ്യയോഗം രഹസ്യമായിട്ട് നടക്കുന്നൊരു യോഗമല്ല, അത് പരസ്യമായി നടക്കുന്ന ശുശ്രൂഷയാണ്. അതെന്തിനാണ് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇടുന്നതെന്ന് ചോദിച്ചാൽ അവിടെ മുഴങ്ങിയ സുവിശേഷം മീഡിയയിലൂടെ സകല ആളുകളും കേൾക്കട്ടെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുമ്പോൾ അത് കാണുന്ന അടുത്ത തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കവലകളിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ വഴിയെ പോകുന്ന ആളുകൾ വരെ നിന്ന് കേൾക്കുന്ന ചില വീഡിയോകളൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ അകത്ത് വലിയ ഇൻസ്പിറേഷൻ ഉണ്ടായത് ഒരു കാലഘട്ടത്തിൽ. അതുപോലെ പരസ്യയോഗം പ്രസംഗിക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും ഫേസ്ബുക്കിലും മീഡിയകളിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന പുതിയ തലമുറയ്ക്ക് ഒരു ആവേശം ഉണ്ടാവും, അവർക്ക് അത് ചെയ്യാനുള്ള ഒരു സന്തോഷം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നു. രണ്ട്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരസ്യയോഗം പ്രസംഗിക്കുമ്പം അവിടെ കവർ തരാൻ ജംഗ്ഷനിൽ ആരും ഇല്ല. വണ്ടി ഓടണം, ജനറേറ്റർ പ്രവർത്തിക്കണം, സൗണ്ട് സിസ്റ്റം പ്രവർത്തിക്കണം, ഇതിനെല്ലാം ഇന്ധനം ആവശ്യമാണ്. കൂടെ വരുന്ന ദൈവദാസന്മാർക്ക് കുഞ്ഞുങ്ങളും ഭാര്യയും കുടുംബമുണ്ട്. വൈകിട്ട് അവർ ചെല്ലുമ്പോൾ ആ ദൈവദാസനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മാന്യമായ കൂട്ടായ്മ കൊടുത്തു വിടണം. അപ്പോൾ ഇതൊക്കെ പരസ്യയോഗങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സുവിശേഷത്തെ സ്നേഹിക്കുന്നവരും സുവിശേഷം അറിയിക്കണമെന്ന് ആശിക്കുന്നവരും ഒക്കെ അവരുടെ മനസ്സിൽ തോന്നുന്ന കൂട്ടായ്മ അത് അവർ അയച്ചു തരികയോ അല്ലെങ്കിൽ അത് അവർ ദൈവദാസന്മാർക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് നിമിത്തമാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. അതിൽ അന്തസ്സേ ഉള്ളൂ. ഈ 23 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ ഞാൻ ഉൾപ്പെടെ എൻ്റെ കുടുംബം ഉൾപ്പെടെ കഴിച്ച ആഹാരം ദൈവമക്കളുടെ നന്മയാണ്, മറ്റൊന്നുമല്ല. കവലയിൽ പ്രസംഗിക്കുമ്പോൾ അത് കണ്ടിട്ട് ആളുകൾ തരുന്ന നന്മ തന്നെയാണ്. അതിൽ അഭിമാനമുള്ളൂ. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷ നിമിത്തം ഉപജീവിക്കണം എന്നാണ് തിരുവചനം. അല്ലാതെ ഞങ്ങൾക്കിപ്പം സുവിശേഷം അറിയിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിനി പിന്നെ വേറെ പണിക്ക് പോവുക, അല്ലെങ്കിൽ ഞങ്ങളിനി സിനിമയ്ക്ക് പാടാൻ പോവുക, അല്ലെങ്കിൽ ഞങ്ങളിനി പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക, ഞങ്ങൾക്കും ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ എന്നൊക്കെ പറയുന്ന കുറേ ക്ഷുദ്രജീവികളെ ഫേസ്ബുക്കിൽ കാണും. കണ്ടതിനും കേട്ടതിനും എല്ലാം പോയി നടന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. വിശ്വസിക്കുന്ന ദൈവം നടത്തിക്കൊള്ളൂ എന്ന് വിശ്വാസമുള്ളവർ ആ ശുശ്രൂഷയിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ദൈവം അവരെ പുലർത്തിക്കൊള്ളും. എന്നിട്ട് പോസ്റ്റ് ഇടുന്ന എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന ആളുകളുടെ ഫേസ്ബുക്കിൻ്റെ ടൈം ലൈനിൽ കയറി നോക്കിയപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോവുകയാണെന്ന് പോസ്റ്റ് ഇട്ടേക്കുന്നു, ഞാൻ ഭാര്യയ്ക്ക് തലമുടി മസാജ് ചെയ്ത് കൊടുക്കുന്നു പോസ്റ്റ് ഇട്ടേക്കുന്നു, അതുപോലെ തന്നെ സിനിമാ പാട്ടുകൾ പാടുന്ന പോസ്റ്റുകൾ ഇട്ടേക്കുന്നു. രാവിലെ സിനിമയ്ക്ക് പോകുന്നു, ഉച്ചയ്ക്ക് സിനിമാ പാട്ട് പാടുന്നു, എന്നിട്ട് വൈകിട്ട് കൺവെൻഷൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് യേശു മാത്രം മതി. ഈ പുള്ളികളാണ് പറയുന്നത് പരസ്യയോഗത്തിൻ്റെ പോസ്റ്റ് എന്തിനാണ് ഇടുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? പരസ്യയോഗത്തിൻ്റെ പോസ്റ്റ് എന്തിനാണ് ഇടുന്നതെന്ന്. അതുകൊണ്ട് ഈ പരസ്യയോഗ ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുന്ന ദൗത്യമാണ്. സുവിശേഷം അറിയിക്കുന്ന ദൗത്യത്തെ എതിർക്കുന്ന ഒരേ ഒരു ശക്തി ഉലകത്തിലുള്ളത് പിശാചാണ്. അപ്പോൾ സുവിശേഷത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ നിയന്ത്രിക്കുന്നത് ഈ ദുരാത്മാവാണ്, പൈശാചിക ആത്മാവാണ്. ഇതിൽ നിന്നെല്ലാം വിട്ട് മാനസാന്തരപ്പെടണമെന്നാണ് ശ്രീമാൻ MA വർഗീസിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ ഇന്നോ എന്തോ ഒരു വിശദീകരണ ന്യായവുമായിട്ട് ഇറങ്ങി. അരി എത്ര, അത് പയർ അഞ്ഞാഴി എന്ന് പറയുന്ന പോലെ പറഞ്ഞ വിഷയം ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റാണ്. കവലെ പ്രസംഗിക്കുന്ന ആളുകൾ ഒരായുസം മുഴുവൻ പ്രസംഗിച്ചിട്ട്
5000 പേരെയോ 1000 പേരെയോ ക്രിസ്തുവിനെ പോലെ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? നാട്ടുകാർക്ക് ശല്യം, വീട്ടുകാർക്ക് ശല്യം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പ്രതികരിച്ചത്. അപ്പോൾ പറയാം അത് മുറിച്ചിട്ട് അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് കാവലെ പ്രസംഗിക്കുന്ന ചെറുപ്പക്കാരുടെ മനസ്സിന് നോവുണ്ടാക്കിയെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടെ ആളുകളുടെ മുമ്പിൽ മാന്യത കൂടത്തേ ഉള്ളൂ മിസ്റ്റർ എം എ വർഗീസ്. അതിന് പകരം വേറെ കുറേ ബൈബിൾ വാക്യം എടുത്തിട്ട് മെഴുകി അതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ ഇറക്കിയിട്ട് അതും ചീറ്റിപ്പോയി. അതുകൊണ്ട് താങ്കൾ ഈ ഏലിയൻസ് കഥകളും ഒക്കെ ആയിട്ട് താങ്കളുടെ ചർച്ചിലെ വിശ്വാസികളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ശാപമുണ്ട്, പിന്നെ വികലാംഗരായി ജനിക്കുന്ന കൊച്ചുങ്ങൾ ശാപത്തില, എന്തൊക്കെ വിവരക്കേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പിന്നെ അടിമക്കണ്ണുകൾ ഇതെല്ലാം കേട്ട് കൈയടിക്കാനുള്ളത് കൊണ്ട് താങ്കൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് അത് അങ്ങനെ ആയിക്കോ. പരസ്യയോഗത്തിന് കവലെ പ്രസംഗിക്കുന്ന ദേവദാസന്മാരുടെ മുഖത്തോട്ട് കയറാൻ തൽക്കാലം ശ്രീമാൻ എം എ വർഗീസ് നിൽക്കണ്ട. താങ്കൾ മാനസാന്തരപ്പെടണമെന്നാണ് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒത്തിരി ദൈവദാസന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റർ വർഗീസ് എം സാമുവേൽ അദ്ദേഹം മനോഹരമായ നിലയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ പിറകാലെ ഇടുന്നതായിരിക്കും, നിങ്ങളത് കാണണം. അദ്ദേഹം വളരെ മനോഹരമായി ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള അനിയൻ സാമുവേൽ പാസ്റ്റർ പ്രതികരിച്ചിട്ടുണ്ട്. കവലയിൽ പ്രസംഗിക്കുന്ന അനേക സുവിശേഷകന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ സുവിശേഷത്തിൻ്റെ വാതിലടയ്ക്കുന്ന ഇമാതിരി പ്രസ്താവനകൾ കൊണ്ട് ഇറങ്ങാതിരിക്കുക എം എ വർഗീസ്. ഓക്കെ, ദൈവം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ.